ശ്രീ ഗോവിന്ദൻ, ഡോക്ടർ ഗോവിന്ദൻ, ഈ ബജറ്റ് എല്ലാം കേട്ടല്ലോ, എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ മേഖലയുമായി ബന്ധപ്പെട്ട്? ഈ ബഡ്ജറ്റിൽ ജനറലായിട്ട് എൻ്റെ മാത്രം ഒപ്പീനിയൻ പറയില്ല, ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ അത് വലിയൊരു ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു രീതി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ചില മേഖലയിൽ മാത്രം അത് നമ്മുടെ ഗവൺമെൻറ്റിന് ആവശ്യമുള്ള രീതിയിലുള്ള ഫണ്ട്സ് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പ്രത്യേകിച്ച് ആൾക്കാരെ ഒരു അവർക്ക് മനസ്സിൽ വേദന എന്ന രീതിയിലുള്ള ടാക്സ് വന്നിട്ടില്ല. ബിസിനസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റാണോ? ബിസിനസിനെ പ്രോത്സാഹിപ്പിക്കുന്ന തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ നേരത്തെ രണ്ടുമൂന്ന് പറഞ്ഞത് എഡ്യൂക്കേഷൻ ഇവിടെ പോരാ. ഇവിടെ എഡ്യൂക്കേഷൻ 100% ലിറ്ററസി ആണെങ്കിലും അവർ പുറത്ത് പോയി പഠിക്കുകയാണ്. പുറത്ത് പോയി പഠിച്ചിട്ട് തിരിച്ച് വരുന്നതിനുള്ള ടെൻഡൻസി, എസ്പെഷ്യലി ഈ ബിസിനസ് മേഖല. ഞാൻ ഉദാഹരണത്തിന് പറയാം, ഇൻഡസ്ട്രി പറയുകയാണെങ്കിൽ, ബിസിനസ് പറയുകയാണെങ്കിൽ സ്വർണ്ണ മേഖല ഇവിടെ ഏറ്റവും കൂടുതൽ മാക്സിമം ഫ്ലറിഷ് ചെയ്ത് വരികയാണ്. നാഷണൽ ലെവലിൽ നമ്മുടെ മാക്സിമം GST കളക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി, GST മേഖലയിൽ മാക്സിമം കളക്ട് ചെയ്യുന്ന ഗോൾഡ് ഇൻഡസ്ട്രി മാക്സിമം കളക്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. നാഷണൽ ലെവലിൽ സെക്കൻഡ് ഹയസ്റ്റ് GST കളക്ട് ചെയ്യുന്ന മേഖലയും സ്വർണ്ണ മേഖലയാണ്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്ത് പഠിച്ചെടുക്കാനുള്ള ഒരു രീതി നമ്മളെ സ്റ്റേറ്റിൽ കുറച്ചുകൂടെ കൂട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി അവർ പുറത്ത് പോയി കർണാടകയോ ബാംഗ്ലൂരിലോ ഡൽഹിയിലോ കൽക്കട്ടയിലോ പോയിട്ട് പഠിച്ചിട്ട് അവരുടെ മനസ്സിൻ്റെ ഇൻറ്റൻഷൻ തിരിച്ച് ഇവിടെ വരണം. തൻ്റെ പേരൻസ് ഇവിടെ എൻ്റെ ചെറുമക്കളെല്ലാം പുറത്ത് പോയി പഠിച്ച് തിരിച്ച് ഇവിടെ വരണം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ബിസിനസ് മേഖല പരിപോഷിപ്പിക്കണം, നല്ലവണ്ണം ഫ്ലറിഷ് ചെയ്യും. സാറിന് ഞാൻ സ്വർണ്ണ മേഖലയെ പറ്റി ഒരു ഉദാഹരണം പറയുകയാണ്. ഇവിടെ ബാക്കി സ്റ്റേറ്റിൽ കേരളം വിട്ടിട്ട് ബംഗാളോ കൽക്കട്ടയോ ബോംബെയിലോ 100 കിലോ വിറ്റാൽ സ്റ്റോക്ക് ചെയ്താൽ മാക്സിമം ടേൺ ഓവർ 100 കിലോ ഒരു വൺ ടൈം വരുള്ളൂ. പക്ഷേ കേരളത്തിലും തമിഴ്നാട്ടിലും 6 to 8 times ആണ്. ആൾക്കാർക്ക് സ്വർണത്തിൻ്റെ വില അറിയാം, തിരിച്ച് എപ്പോൾ ഒരു നഷ്ടമില്ല. എന്തൊരു വിലയാ? എന്നാലും ആൾക്കാർ പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, എന്നാലും ഞങ്ങൾ മടുത്ത് ഡെയിലി വാർത്ത സർവകാല റെക്കോർഡ്, ഇങ്ങനൊരു റെക്കോർഡുണ്ടോ? എല്ലാ ദിവസവും സർവകാല റെക്കോർഡ്. ഗോവിന്ദണ്ണന്റെ കേസിൽ തിരുവനന്തപുരത്ത് ഒരു ഗിന്നീസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കയറിയതാ. ഒരു സിംഗിൾ ഡേ 200 crores ട്രാൻസാക്ഷൻ ചെയ്തതാ. ഇപ്പോൾ ഒരു മാസം മുമ്പ് അത് വലിയ വാർത്തയായതാ. 200 കോടി രൂപയുടെ ബിസിനസ് ഒരു ദിവസം, ഒറ്റ ദിവസം. അത് പബ്ലിക്കിന് അത്രമാത്രം വിശ്വാസം. അല്ല, അത് അറിയാവുന്നതുകൊണ്ടാണ് GSTയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ നികുതി കൊടുക്കുന്നത് സ്വർണ്ണമാണ്, സ്വർണ്ണക്കടയാണ്, കച്ചവടമാണെന്ന് പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ നികുതി കൊടുക്കുന്നവരാണ്, നികുതി കൊടുക്കുന്നുണ്ട്. നികുതി കൊടുക്കുന്നത് മാത്രമല്ല, പബ്ലിക്കിന് അത് ഒഫീഷ്യലായിട്ട് മേടിക്കുകയാണെങ്കിൽ തിരിച്ച് കൊടുക്കുമ്പോൾ മാക്സിമം വില കിട്ടുമെന്ന് അറിയാം. 2 times 3 times ഒരിക്കലും കുറയാണ്ട് കിട്ടുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്വർണ്ണക്കടയിൽ കയറിയോ ടെക്സ്റ്റൈൽ കടയിൽ കയറിയോ അല്ലെ ടെക്സ്റ്റൈൽ കടയിൽ മേടിച്ചതിൻ്റെ 6 മാസം കഴിഞ്ഞാൽ ഒരു രൂപയിലും തിരിച്ചു കിട്ടില്ല. പക്ഷേ സ്വർണ്ണമാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ആൾമോസ്റ്റ് 50% കിട്ടും. അത് ആൾക്കാർക്ക് അറിയാം, അട്രാക്ഷൻ, കൂടുതൽ കിട്ടും.